കഠിനാധ്വാനം നാളേക്ക് വേണ്ടിയുള്ളതാണോ അതോ ഇന്നത്തെ സന്തോഷം വേണ്ടെന്ന് വെക്കുന്നതിന് തുല്യമാണോ? ഈയൊരു ചോദ്യം നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം തരുന്ന നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ക്ലാസിക് കഥയുടെ ആഴങ്ങളിലേക്ക് നമുക്കിന്ന് പോകാം. ഉറുമ്പിന്റെയും പുൽച്ചാടിയുടെയും കഥ. ഏതൊരു നല്ല കഥയും തുടങ്ങുന്നതുപോലെ നമ്മുടെ കഥയും തുടങ്ങുകയാണ്. ഒരിടത്തൊരിടത്ത്. അപ്പോ ഒന്നാം ഭാഗം, രണ്ട് സുഹൃത്തുക്കൾ. നമുക്ക് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പൂന്തോട്ടം. അവിടെയാണ് നമ്മുടെ രണ്ട് ഉറ്റ ചങ്ങാതിമാർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്നത്. പക്ഷേ അവരുടെ ആ ഒരു സൗഹൃദം എപ്പോഴും ഇതുപോലെ ശാന്തമായിരിക്കില്ലെന്ന് അവർക്കറിയില്ലായിരുന്നു. ഇവിടെയാണ് ഈ കഥയുടെ ഒരു മെയിൻ പോയിന്റ് വരുന്നത്. ഉറുമ്പ് ഭയങ്കര ഹാർഡ് വർക്കറാണ്, എപ്പോഴും നാളെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ നമ്മുടെ പുൽച്ചാടിയോ, പുള്ളിക്കാരൻ ഫുൾ ചില്ലാണ്. അന്നത്തെ കാര്യം അന്നത്തേക്ക്. ഈ ഒരു സ്വഭാവത്തിലെ വ്യത്യാസമാണ് അല്ലേ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. വേനൽക്കാലം വന്നപ്പോൾ ഈ രണ്ട് വഴികൾ എങ്ങനെയാണ് പിരിഞ്ഞതെന്ന് നോക്കാം. അവരുടെ സ്വഭാവത്തിലെ ആ വ്യത്യാസം ശരിക്കും തെളിഞ്ഞുവരാൻ തുടങ്ങി. വേനൽക്കാലം എന്നു പറഞ്ഞാൽ ഉറുമ്പിന് വെറുതെ ഇരിക്കാനുള്ള സമയമൊന്നുമായിരുന്നില്ല. ഓരോ നിമിഷവും പണിയായിരുന്നു. തന്റെ വീട് ശരിയാക്കി മഴക്കാലത്തേക്ക് വേണ്ട ധാന്യങ്ങളൊക്കെ ശേഖരിച്ച്, ശരിക്കും പറഞ്ഞാൽ ഭാവിക്ക് വേണ്ടി ഫുൾ പ്രിപ്പയർഡായി. അതേസമയം നമ്മുടെ പുൽച്ചാടിയുടെ കാര്യമോ? ഒരു ടെൻഷനുമില്ല. അന്നേക്ക് വേണ്ട ഫുഡ് കിട്ടിയാൽ മതി. ബാക്കി സമയം മുഴുവൻ പാട്ടും കളിയുമൊക്കെയായിട്ട് അങ്ങ് അടിച്ചു പൊളിച്ചു. നാളെ എന്നൊരു ചിന്തയേ പുള്ളിക്കാരൻ്റെ ഡിക്ഷണറിയിലുണ്ടായിരുന്നില്ല. ഇവിടെയാണ് കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ്. തന്റെ കൂട്ടുകാരനോട് സ്നേഹത്തോടെ ഉറുമ്പ് ഒരു കാര്യം പറയുവാണ്. എടാ, ഇങ്ങനെ പാട്ടും പാടി നടന്നാൽ മഴക്കാലത്ത് എന്തു ചെയ്യും? വല്ലതും കരുതിവെക്ക്. ഇതൊരു വെറും ഉപദേശമായിരുന്നില്ലല്ലേ, വരാൻ പോകുന്നൊരു ആപത്തിനെക്കുറിച്ചുള്ള സൂചനയായിരുന്നു അത്. പക്ഷെ ആര് കേൾക്കാൻ? പുൽച്ചാടി അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം അവൻ തന്റെ വിധിയെഴുതുകയായിരുന്നു. അങ്ങനെ മൂന്നാം ഭാഗമെത്തി. മഴക്കാലം, പ്രവൃത്തിയുടെ ഫലം. അധികം വൈകാതെ വേനലിന്റെ ആ ആഘോഷമൊക്കെ കഴിഞ്ഞു. ആകാശം ഇരുണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല. പേമാരിയുടെ കാലം വന്നെത്തി. അപ്പം നമ്മുടെ ഉറുമ്പിന്റെ അവസ്ഥ എന്തായി? അവൻ സേഫായിരുന്നു. പുറത്ത് തകർത്തും മഴ പെയ്യുമ്പോൾ താൻ ശേഖരിച്ചു വെച്ച ധാന്യങ്ങളൊക്കെ കഴിച്ച് സ്വന്തം വീട്ടിൽ സുഖമായിട്ടിരുന്നു. അവന്റെ ദീർഘവീക്ഷണം അവനെ രക്ഷിച്ചു, അല്ലേ? എന്നാൽ പുൽച്ചാടിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എല്ലാം പെട്ടെന്നായിരുന്നു. ആകാശം കറുത്തിരുണ്ടു. ഇടിയും മിന്നലുമായി കനത്ത മഴ തുടങ്ങി. ആ കാറ്റിലും മഴയിലും പുൽച്ചാടിയുടെ ആ ദുർബലമായ വീടിന് പിടിച്ചു നിൽക്കാനായില്ല. ഒരു നിമിഷം കൊണ്ട് എല്ലാം ഒലിച്ചുപോയി. അതോടെ അവന്റെ കാര്യം കഷ്ടത്തിലായി. കിടക്കാനൊരിടമില്ല, കഴിക്കാൻ ഒരു വറ്റുപോലുമില്ല. തണുത്തുവിറച്ച് വിശന്നു തളർന്ന് ആ മഴയത്ത് അവൻ ഒറ്റയ്ക്കായി. ഇനി നാലാം ഭാഗം, തിരിച്ചറിവിന്റെ നിമിഷം. ആ തണുപ്പിലും വിശപ്പിലും ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് പുൽച്ചാടിക്ക് തന്റെ തെറ്റ് മനസ്സിലായി തുടങ്ങിയത്. പക്ഷേ സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു. ആ ദുരിതത്തിനിടയിൽ അവന്റെ ഓർമ്മയിലേക്ക് വന്നത് തന്റെ കൂട്ടുകാരൻ ഉറുമ്പിനെയാണ്. അന്ന് താൻ പുച്ഛിച്ചു തള്ളിയ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ അവന്റെ ചെവിയിൽ മുഴങ്ങി. തനിക്ക് എന്തു വലിയൊരു അബദ്ധമാണ് പറ്റിയതെന്ന് അവൻ ശരിക്കും വേദനയോടെ മനസ്സിലാക്കി. വേറൊരു വഴിയുമില്ലാതെ എല്ലാ അഹങ്കാരവും മാറ്റിവെച്ച് അവൻ ഉറുമ്പിന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ ആ ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു, നിസ്സഹായതയും കുറ്റബോധവുമെല്ലാം. ഇവിടെയാണ് കഥയുടെ മറ്റൊരു ഭംഗി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ഉറുമ്പിന് വേണമെങ്കിൽ കളിയാക്കാമായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. പകരം തന്റെ കൂട്ടുകാരന്റെ അവസ്ഥ കണ്ട് അവന് സഹതാപം തോന്നി. അവന് താമസിക്കാൻ ഇടവും തന്റെ കൈയിലുള്ള ഭക്ഷണവും കൊടുത്തു. ഉറുമ്പിന്റെ ആ സ്നേഹം പുൽച്ചാടിയുടെ കണ്ണു തുറപ്പിച്ചു. താൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ സമ്മതിച്ചു. എന്നിട്ടൊരു വാക്കും കൊടുത്തു, ഇനിയൊരിക്കലും ഞാനിങ്ങനെ മടിയനായിരിക്കില്ല. ശരിക്കും ആ ദുരനുഭവം അവനൊരു പുതിയ പാഠം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഈ കൊച്ചു കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? അതിന്റെ ഗുണപാഠം എന്താണെന്ന് നോക്കാം. നോക്കൂ, ഈ കഥയുടെ സന്ദേശം വളരെ ലളിതമാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഒരു ചെറിയ സുഖത്തിനു വേണ്ടി നാളത്തെ സുരക്ഷയെ പണയം വെക്കരുത്. കിട്ടുന്ന സമയം വെറുതെ കളയാതെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കണം. മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം. ഇതുതന്നെയാണ് ഉറുമ്പ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാണ്? നാളേക്ക് വേണ്ടി കരുതലോടെ ജീവിക്കുന്ന ഉറുമ്പാണോ? അതോ ഇന്നത്തെ ദിവസം മാത്രം നോക്കി ജീവിക്കുന്ന പുൽച്ചാടിയാണോ? ഇതിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്.